ശ്രീ രാജീവ് ജോസഫ് കൊച്ചുപറമ്പിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹം ആണ് ഈ യാത്ര നയിക്കുന്നത്. ശ്രീ രാജീവ് ജോസഫ്, ഒക്ടോബർ 13-നാണ് യാത്ര ആരംഭിക്കുന്നത്. ആ സമയം വളരെ പ്രത്യേകതയുള്ളതാണ്. സംസ്ഥാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒരു പക്ഷേ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും മൈക്രോ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിങ്ങളുടെ ഈ യാത്ര കൊണ്ട് നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അവകാശ സംരക്ഷണ യാത്ര തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഈ നാളുകളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള അവഗണനകൾ ഈ സമുദായവും പ്രത്യേകിച്ച് കേരളത്തിലെ കർഷക സമൂഹവും നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ പല പ്രാവശ്യവും സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും ഇതുവരെയായിട്ടും അതിന് പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല, ചില വിഷയങ്ങളിലൊക്കെ ബോധപൂർവമായിട്ടുള്ള അവഗണന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന നിലയിലാണ് ഈ സമുദായ സംഘടന, കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള സമുദായ സംഘടനയാണ്. സമുദായ സംഘടന ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ട സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ അവകാശ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത്. ഈ 5 വിഷയങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സമുദായത്തിന്റെ ആശങ്കകളാണ്. എത്ര കാലമായിട്ട് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം സർക്കാർ അതിൽ പ്രസിദ്ധീകരിക്കാനോ അതൊന്ന് നടപ്പിലാക്കുന്നതിനോ നടപടിയെടുക്കാനോ ഒരു തരത്തിലുമുള്ള സമീപനം ഉണ്ടാകുന്നില്ല. പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ പല പ്രാവശ്യം കൊടുത്തിട്ടും സർക്കാർ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളത് വിവരാവകാശ പ്രകാരം അതിന് അപേക്ഷ കൊടുത്തപ്പോൾ 2-3 തവണ ഹിയറിംഗ് നടത്തിയ ശേഷവും അത് നിരസിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കിരിക്കുന്ന കാര്യമായതുകൊണ്ട് ക്യാബിനറ്റ് പരിഗണനയ്ക്ക് വിഷയമായിട്ട് അതിന് വിവരാവകാശ പ്രകാരം സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്ര കാലം ഒരു റിപ്പോർട്ട് പൂഴ്ത്തി വെക്കാൻ സാധിക്കും? അത് ബോധപൂർവമായിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിനാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ LDF സർക്കാരിന്റെ 7ാം വർഷമാണ്. ആ നിലയ്ക്ക് സമയം ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുക ഒരു സർക്കാർ വന്നു, ആ സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സർക്കാർ, ഇതങ്ങനെയല്ല. ഇത്തവണ അവർക്ക് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ഒരു അവഗണന ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? ഈ വിഷയത്തിൽ ബോധപൂർവ്വമുള്ള അവഗണന ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇതിന് മറ്റൊരു സമുദായത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് നിമിഷങ്ങൾക്കകം അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ സമുദായത്തിലുള്ള അവഗണന ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്രയോ കാലം ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി, എന്നിട്ടും അത് പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറാകാതിരിക്കുക എന്ന് പറയുന്നത് ബോധപൂർവ്വമായിട്ടുള്ള അവഗണന തന്നെയാണ്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അടുത്ത വിഷയം ഈ ഭൂമി പ്രശ്നങ്ങളും വന്യജീവി പ്രശ്നങ്ങളും ഒക്കെയാണല്ലോ. ആ വിഷയങ്ങളിൽ സർക്കാർ ഇപ്പോൾ ഭൂപതിവ് ചട്ടം ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വന്യജീവി സംരക്ഷണ ബിൽ ഭേദഗതിക്കായി സർക്കാർ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അതിന് തടസ്സങ്ങളുള്ളത് കേന്ദ്ര ചട്ടങ്ങളാണ്. ഇതൊക്കെ ഈ സർക്കാർ നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി നിങ്ങൾ ബോധപൂർവമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അവഗണന ആ വിഷയത്തിലുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇതൊരു നിസ്സഹായാവസ്ഥ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സർക്കാർ ഈ കഴിഞ്ഞ 9 വർഷം ഭരിച്ചിട്ടും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. നിസ്സഹായാവസ്ഥ പ്രശ്നം തുടിക്കുന്നില്ല. സർക്കാരിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു കണ്ണിൽ പൊടിയാനുള്ള ശ്രമമാണ് ഈ 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. ഭൂപതിവ് ചട്ടവും ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആശങ്കകൾ ആളുകൾക്കുണ്ട്. അത് ഞാനിപ്പം വിശദമായിട്ട് സംസാരിക്കുന്നില്ല. ആ നിയമം കൊണ്ടുവന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ ഗൗരവമായിട്ട് ബാധിക്കുന്ന വകുപ്പുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ തന്നെ വിലയിരുത്തേണ്ട ഈ 2 കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. വന്യമൃഗ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു, എത്ര കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അന്നൊക്കെ സർക്കാർ വളരെ ലാഘവത്തോടുകൂടി വളരെ ഒന്നും ചെയ്യാൻ പറ്റാതെ സാധിക്കാതെ കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ട് സർക്കാർ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. ഈ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തന്നെ പറഞ്ഞിരുന്നു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തന്നെ ഒരു ഇടപെടൽ നടത്തുമോ?
രാഷ്ട്രീയമായിട്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് ഇടപെടൽ നടത്തും, സംശയമില്ലാത്ത കാര്യമാണ്. അത് ഏത് രീതിയിൽ നടത്തണമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അതായത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായ സമയത്ത് അതിനെപ്പറ്റി ഇടപെടൽ നടത്തും. അത് കക്ഷി രാഷ്ട്രീയത്തെ അധിഷ്ഠിതമായിട്ടല്ല എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ. കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ നേരിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തുക അങ്ങനെയൊന്നുമല്ല, മറിച്ച് രാഷ്ട്രീയത്തിൽ നമ്മുടെ ആളുകൾ നിരവധിയുണ്ട്. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ദയവായി ലൈൻ തുടരുക. ഇപ്പോൾ BJP നേതാവ് ശ്രീ PC ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഒക്ടോബർ 13 ഈ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ യാത്രയുടെ സ്വാഭാവികമായി ഉണ്ടാക്കാവുന്ന ഇംപ്ലിക്കേഷൻസ് താങ്കൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ഈ യാത്രയെ താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് കാസർഗോഡ് മുതൽ യാത്ര കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കത്തോലിക്ക എത്ര ഉണ്ടെന്നുള്ളതല്ലേ പ്രശ്നം. രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻ എന്ത് വരും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം വരുത്താൻ, ഏതെങ്കിലും ഒരു മുന്നണിയിൽ മാറ്റം വരുത്താനുള്ള സ്വാധീനമൊന്നും കത്തോലിക്കനില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ ഒരു വിഭാഗം മാത്രമാണ് കത്തോലിക്കൻ. ഇവിടെ ജാക്കബ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSI ഉണ്ട്, പെന്റിക്കോസ്റ്റ് ഉണ്ട്, ഇങ്ങനെ എത്രയോ വിഭാഗങ്ങളുണ്ട്. അവരാരും ഇല്ലാതെ കത്തോലിക്കൻ മാത്രം ഒരു കത്തോലിക്ക കോൺഗ്രസ് ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ അത് അവരുടെ സംഘടനാ ശക്തി എത്രയാണെന്ന് അവർ തന്നെ മനസ്സിലാക്കാൻ അവർ ഉപകരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാൻ കത്തോലിക്ക കോൺഗ്രസോ അല്ലെ മറ്റേതെങ്കിലും മതസംഘടനയ്ക്ക് എതിരായിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് അവരവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ യാത്ര കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും കരുതെങ്കിൽ അത് മൗഢ്യമാണ്, തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പ്രത്യേകിച്ച് കത്തോലിക്കർ ഇവിടെ ഉള്ളവർ എല്ലാം തന്നെ നാട് വിട്ടു പോയി കഴിഞ്ഞു. ചെറുപ്പക്കാരും തന്നെ ഇല്ല. ഞാൻ എന്നെ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെ നോക്കി, ഇവിടെ തന്നെ ഒരു 15-16 വീട്ടില് ഒരു മനുഷ്യനില്ല. അതെ, മുനിസിപ്പാലിറ്റിയാന്ന് ഓർക്കണം. അപ്പൊ ആ നിലയിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കത്തോലിക്കന്റെ ഒരു ജാതിയിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ അഭിപ്രായം അതാണ്. ഇപ്പോ ക്രൈസ്തവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ലക്ഷ്യമിടുന്ന ഒന്നാണ്. BJPയും അത് ലക്ഷ്യമിട്ടൊക്കെ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർ വിചാരിച്ചാലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ലേ ശ്രീ PC ജോർജ്? അതെ, കത്തോലിക്കൻ ക്രിസ്ത്യൻ എന്ന് പറയൂ. അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് യോജിക്കാം. ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിന്റെ ഒരു ശക്തിയുണ്ട്. പക്ഷെ നിൽക്കിയല്ല. അത് കാരണം 100 കേരള കോൺഗ്രസ് ഉണ്ട്. അത് എല്ലാത്തിനും ഓരോ വിഭാഗം പോയിട്ടുണ്ട്. അങ്ങനെ പോയി പിന്നെ എല്ലാ കോൺഗ്രസിനകത്തോട് കുറെ ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് കുറച്ച് ക്രിസ്ത്യാനി, BJPയിലോട്ട് കുറെ ക്രിസ്ത്യാനി. ഞങ്ങളിപ്പോ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ ക്രിസ്ത്യൻ സമുദായത്തിനിടയില് കാരണം ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരെ സംഘടിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ അടുപ്പിക്കാതെയല്ല ഇവിടെ LDF UDF നീങ്ങുന്നത്. എവിടെ പോയി എത്തും? എന്ത് കിട്ടാൻ പറ്റും? ഞാൻ ഇപ്പൊ പിണറായി വിജയൻ തന്നെയാണെങ്കിലും ആദ്യം ശബരിമല അയ്യപ്പനെ അവഹേളിക്കുക മാത്രമല്ല ആ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നേക്കരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന 2 പെൺകുട്ടികളെ അങ്ങോട്ട് പോലീസ് സഹായത്തോട് അയ്യപ്പനെ കാണിക്കാൻ വിടാൻ നോക്കിയ പാർട്ടിയാണ് പിണറായി. ആ പിണറായി ഇപ്പൊ ഇന്നലെ ചെയ്തെന്താ? ശബരിമല അയ്യപ്പനെ സംഗമം സംഘടിപ്പിക്കുക. ഏത് നില എത്തുന്നു ഒരു മുഖ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം അത് തകർന്നുപോയി. സംഗമൊക്കെ വിശ്വാസികൾ സഹകരിച്ചില്ല. അയ്യപ്പ